അങ്ങനെ നമ്മൾ രാത്രിയായപ്പോൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പോക്ക് ചൂണ്ടയിടാനായിട്ടാണേ. കഴിഞ്ഞ ദിവസം ടെമുവിൽ നിന്ന് നമ്മളൊരു ഫിഷിംഗ് കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. അത് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും അത് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ മീൻ പിടിക്കണമല്ലോ. അങ്ങനെ നമ്മളിത് ബീച്ചിലെത്തി. ബീച്ചിൻ്റെ ഒരു സൈഡിൽ പോയി നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടാ. തുടക്കം തന്നെ ഒരെണ്ണം കുരുങ്ങി. അതിൻ്റെ ആവേശമാണ് കേട്ടോ ഇപ്പോൾ കുട്ടിയുടെ മുഖത്ത് കാണുന്നത്. കാര്യമായിട്ട് വലിക്കുന്നുണ്ട്. ഹമൂറിനെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം മീനെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ കുട്ടിയുടെ മുഖത്താണ് കാണുന്നത്. എന്തായാലേ ചിരി. ആദ്യമേ ഉണ്ടായിരുന്ന ഈ ചിരി പിന്നീട് അങ്ങോട്ട് കാണാനില്ല കേട്ടോ. ഞങ്ങൾ നിന്ന് 8-8:30 വരെയൊക്കെ അവിടെ നിന്നു. പക്ഷേ വേറെ മീനൊന്നും കിട്ടിയില്ല. എന്നിരുന്നാലും കിട്ടിയ ഒരെണ്ണം കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളതല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെല്ലുക, ക്ലീൻ ചെയ്യുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക എന്ന് മാത്രം വിശ്വസിച്ചാണ് നമ്മൾ നേരെ ചെല്ലുന്നത്. ചെന്ന ഉടനെ തന്നെ മീനൊക്കെ ഞാൻ ക്യാമറയിൽ കാണിക്കുന്നത് കണ്ടിട്ട് എന്നെ ഓരോന്ന് നോക്കി പറഞ്ഞ് കളിയാക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കേൾക്കുന്നത്. മീൻ എനിക്ക് ചേട്ടനാണ് കേട്ടോ ക്ലീൻ ചെയ്ത് തന്നത്. കാര്യം വെള്ളത്തിലൊക്കെ ഇറങ്ങി ആകെ നനഞ്ഞു കൊണ്ടിട്ട് ആൾക്കൊന്ന് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞു കൊണ്ടിട്ട് മീൻ എനിക്ക് ചേട്ടൻ തന്നെ ക്ലീൻ ചെയ്ത് തന്നത്. ഞാൻ ആ സമയത്ത് മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് കേട്ടോ അത് മേക്ക് ചെയ്ത് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഫ്രീസായിരുന്നത് കൊണ്ടിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കത്തിയൊക്കെ വെച്ച് കുത്തിയെടുത്തത് മിക്സ് ചെയ്ത് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രോസണായി ഇരുന്നുകൊണ്ടിട്ട് തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് മെൽറ്റാവാൻ വെളിയിൽ വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാനത് മീനത്തിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. കാര്യം ഇന്നിനിപ്പോൾ നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ മീൻ വെട്ടിയ ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്തു. നമ്മുടെ സിങ്ക് തീരെ ചെറുതായതുകൊണ്ട് തന്നെ പലക പോലും അതിൽ കയറുന്നില്ല. പിന്നെ പുറത്ത് വെച്ചതൊക്കെ കഴുകി, മീൻ പിടിക്കാൻ ഇര കൊണ്ടുപോയ പാത്രമൊക്കെ കഴുകി വെച്ചു. ആ ഏരിയ ഫുള്ള് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ക്ലീനിങ് കഴിഞ്ഞ് നേരെ കിടക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കണ്ടിഷ്ടപ്പെട്ട ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.